മെഡിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടുന്ന ഫിസിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട 100 പോയിന്റുകളിൽ 51ാമത്തേത്. കോമ്പറ്റേറ്റീവ് എക്സാമിന് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് സ്റ്റാൻഡിംഗ് വേവ്സ്. 3 തരത്തിലുള്ള ക്വസ്റ്റ്യനുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. എബൌട്ട് ദാറ്റ് സ്റ്റാൻഡിംഗ് വേവ്സ് ഓൺ എ സ്ട്രിങ്, on an open pipe and a closed pipe. Standing waves pattern വരുമ്പോൾ you must notice the relevance of node anti-node positions. നോഡ് പൊസിഷനുകളിൽ മാക്സിമം ഡെൻസിറ്റിക്കുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. പ്രഷർ മാക്സിമം ആയിരിക്കും, ആംപ്ലിറ്റ്യൂഡ് 0 ആയിരിക്കും. പക്ഷെ അതേ സ്ഥാനത്ത് ആൻറ്റിനോഡ് വരുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് മാക്സിമം ആയിരിക്കും, പ്രഷർ ഡെൻസിറ്റി ഇവ മിനിമം ആയിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. സ്റ്റാൻഡിംഗ് വേവ്സ് ഓൺ എ സ്ട്രിങ് എന്ന് പറയുന്ന കേസും സ്റ്റാൻഡിംഗ് വേവ്സ് ഓൺ എ പൈപ്പ് ഓപ്പൺ അറ്റ് ബോത്ത് എൻഡ്സും സെയിം ആയിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ്. 2 കേസസിലും ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്ന് പറയുന്നതിൻ്റെ റിലേഷൻ ദാറ്റ് വി ക്യാൻ റൈറ്റ് എസ് വി ഡിവിഷൻ ബൈ 2L. അതിൻ്റെ സെക്കൻഡ് മോഡ് ഓഫ് അല്ലെങ്കിൽ സെക്കൻഡ് ഹാർമോണിക് എന്ന് പറയുന്നത് സോ വി ക്യാൻ റൈറ്റ് എസ് ഈക്വൽ ടു 2 times of the fundamental frequency. And the third mode of operation, the frequency, we can write it to be as equal to 3 into V division by 2L. എല്ലാ ഹാർമോണിക്സും ഇവിടെ പോസിബിൾ ആകുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തതയോടെ അറിഞ്ഞിരിക്കുക. അതോടൊപ്പം മിക്കവാറും ക്വസ്റ്റ്യനിൽ ഉപയോഗിക്കുന്ന ഒരു കൺസെപ്റ്റാണ് ഓവർടോൺ. ഫസ്റ്റ് ഓവർടോൺ എന്ന് പറയുമ്പോൾ അത് സെക്കൻഡ് ഹാർമോണിക് ആണെന്നുള്ള കാര്യം ഓർക്കുക. സെക്കൻഡ് ഓവർടോൺ എന്ന് പറയുമ്പോൾ അത് തേർഡ് ഹാർമോണിക് എന്നുള്ള കൺസെപ്റ്റും. പക്ഷെ അതേ സ്ഥാനത്ത് ഒരെൻഡ് ഓപ്പൺ ആയിട്ടുള്ള ക്ലോസ്ഡ് പൈപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ ഓഡ് ഹാർമോണിക്സുകൾ മാത്രമേ പോസിബിൾ ഉള്ളൂ. 1, 3, 5, 7 എക്സെട്ര. അപ്പൊ സാധാരണ രൂപത്തിലെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഓർമ്മയിൽ വെക്കുക, ദാറ്റ് ഈസ് ഓഫ് ദ ഫോം വി ഡിവിഷൻ ബൈ 4L. പക്ഷേ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സെക്കൻഡ് മോഡ് ഓഫ് വൈബ്രേഷൻ അല്ലെങ്കിൽ സെക്കൻഡ് ഹാർമോണിക് എന്ന് പറയുമ്പോൾ അവിടെ അവൈലബിൾ ആകുന്നത് ഓർക്കണം 3 times ഓഫ് വി ഡിവിഷൻ ബൈ 4L. അതേപോലെ തേർഡ് ഹാർമോണിക് എന്ന് പറയുമ്പോൾ അത് 5ാമത്തെ കൺസെപ്റ്റായിട്ട് മാറും എന്നുള്ള കാര്യം ഓർക്കുക. 5 into V division by 4L. കമ്പാരിസൺ ഓഫ് ക്വസ്റ്റ്യൻസ് ബിറ്റ്വീൻ ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ചോദിക്കുമ്പോൾ ഈ റിലേഷൻ വളരെ വ്യക്തമായിട്ട് ഓർക്കുക. ഇവിടെ സെക്കൻഡ് ഹാർമോണിക് എന്ന് പറയുമ്പോൾ അതിൽ നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്ന 3ലേക്ക് മാറി എന്നുള്ള കാര്യം ഓർമ്മയിരിക്കട്ടെ, വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. So we can move with one good question. A string with a mass density 4 into 10 to the power of minus 3 kilogram per meter is under tension of 360 Newton and is fixed at both ends. One of its resonance frequencies is given as 375 Hz. The next higher frequency is 450 Hz. Then find the mass of the string. നമ്മൾ ആദ്യം മനസ്സിലേക്ക് വരേണ്ടത് അതിൻ്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയുടെ റിലേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം. ഇറ്റ് ഈസ് ഈക്വൽ ടു, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു വി ഡിവിഷൻ ബൈ 2L. സോ പക്ഷെ ഇവിടെ പറയുന്നത് ഒരു പർട്ടിക്കുലർ കേസിലെ റെസൊണന്റ് ഫ്രീക്വൻസി 375. അത് എന്ത് മോഡാണ് എന്ന് വിചാരിക്കുകയാണെങ്കിൽ സോ നമുക്ക് ആ ഫ്രീക്വൻസി വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് n division by 2L into the velocity in terms of tension as t division by that linear density mass per unit length.
and this is given as 375 heads. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ സാധാരണ രൂപത്തിൽ എല്ലാ ഹാർമോണിക്സും സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൽ പോസിബിൾ ആകുമ്പോൾ we can write that relation as n+1 division by 2l into root of t by mu is equal to, it is given as 450. രണ്ട് റിലേഷൻസും തമ്മിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ we can write as 450 division by 375 should equal to n+1 division by n. Solve ചെയ്യുമ്പോൾ we get the value n is equal to 5. So from that we can easily find the value of L. So by using this relation, we can write the relation as n is equal to that n by 2f into root of t by mu. So here n take the value as 5 by 2 into 375, and the tension that is given as 360 by the linear density as 4 into 10 raised to minus 3. So അങ്ങനെ വരുമ്പോൾ by solving you get the value as 2 meter. പക്ഷേ ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത് we have to find what is the mass of the wire. So we know the linear density is nothing but equal to m by l. So m take the value as mu times of l. So equal to, we can substitute for mu as 4 into 10 raised to minus 3 into 2, and you get the value as 8 into 10 raised to minus 3 kilogram. So that is the answer for the question. നമ്മുടെ കോമ്പറ്റേറ്റീവ് പരീക്ഷകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ് വേവ്സ്, അതിലെ സ്റ്റാൻഡിങ് വേവ്സ്. സോ ട്രൈ ടു ഡു മാക്സിമം ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്, യു ക്യാൻ സ്കോർ maximum marks. Take care. God bless you.